മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിച്ച വെള്ളാപ്പള്ളി നടേശന്റെ വിവാദ പരാമർശം രാഷ്ട്രീയ കേരളത്തിന്റെ പ്രതിഷേധം നമുക്ക് നോക്കാം. മലപ്പുറം ജില്ലയെക്കുറിച്ചും മുസ്ലിം സമുദായത്തെക്കുറിച്ചും നടത്തിയ വിവാദ പരാമർശങ്ങൾക്ക് പിന്നാലെ മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിച്ചാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും വിവാദത്തിലായത്. കണിച്ചിക്കുളങ്ങരയിലെ വീട്ടിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിനിടെയാണ് നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയത്. തന്റെ മുൻകാല പ്രസ്താവനകളെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ച ടെലിവിഷൻ റിപ്പോർട്ടർ റയീസ് റഷീദിനെയാണ് വെള്ളാപ്പള്ളി കടന്നാക്രമിച്ചത്. തന്നെ വർഗീയവാദിയായി ചിത്രീകരിക്കാൻ മാധ്യമപ്രവർത്തകൻ മുൻകൂട്ടി നിശ്ചയിച്ച അജണ്ടയുമായാണ് വന്നതെന്ന് വെള്ളാപ്പള്ളി ആരോപിച്ചു. റിപ്പോർട്ടറുടെ പഴയകാല സംഘടനാ ബന്ധങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വെള്ളാപ്പള്ളി ഇത്തരമൊരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത്. താൻ റിപ്പോർട്ടറുടെ മുത്തച്ഛന്റെ പ്രായമുള്ള ആളാണെന്നും തന്നെ പ്രകോപിപ്പിക്കാനാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറത്ത് ജനാധിപത്യം നിലനിൽക്കുന്നില്ലെന്നും അവിടെ മറ്റൊരു നിയമമാണെന്നും അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു. മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ മേഖലയിൽ കുത്തക സ്ഥാപിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. മുസ്ലിം ലീഗിന് മലപ്പുറത്ത് 48 അൺഎയ്ഡഡ് കോളേജുകളുള്ളപ്പോൾ SNDPക്ക് ഒന്നേയുള്ളൂവെന്ന് തന്റെ പഴയ കണക്ക് അദ്ദേഹം വാർത്താസമ്മേളനത്തിലും ആവർത്തിച്ചു. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയ്ക്കെതിരെ സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നത്. വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിൽ വർഗീയ ധ്രുവീകരണം നടത്താൻ ശ്രമിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മൗനസമ്മതത്തോടെയാണ് അദ്ദേഹം ഇത്തരത്തിൽ വിഷമിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ CPIM വർഗീയ നിലപാടുകളെ അംഗീകരിക്കില്ലെന്ന് MV ഗോവിന്ദൻ വ്യക്തമാക്കിയെങ്കിലും വെള്ളാപ്പള്ളിയെ നേരിട്ട് തള്ളിപ്പറയാൻ തയ്യാറായില്ല. ബിനോയ് വിശ്വം വെള്ളാപ്പള്ളിക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു. ഇടതുപക്ഷത്തിന്റെ ഉത്തരവാദിത്തം വെള്ളാപ്പള്ളിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് വെള്ളാപ്പള്ളിക്കെതിരെ മതവിദ്വേഷം വളർത്താൻ ശ്രമിച്ചതിനും മാധ്യമപ്രവർത്തകൻ അധിക്ഷേപിച്ചതിനും പോലീസിന് പരാതി നൽകി. മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിച്ചതിനെതിരെ കേരള പത്രപ്രവർത്തക യൂണിയൻ KUWJ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. വെള്ളാപ്പള്ളി നടേശൻ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് അവരുടെ ആവശ്യം. അതേസമയം തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന സൂചനയാണ് വെള്ളാപ്പള്ളി നൽകുന്നത്.